ദീപക് മലയമ്മ, NDA ക്യാമ്പിൽ എന്തുണ്ട് വിശേഷം? വെരി ഗുഡ് മോർണിംഗ്. മഴ പോലെ തന്നെ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണോ തീരുമാനം? ഒടുവിൽ BDJSന്റെ കോർട്ടിലാണ് ഇപ്പോൾ പന്ത് കിടക്കുന്നത്. സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതയുണ്ടോ ദീപക്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. BDJSന്റെ കോർട്ടിലാണ് പറഞ്ഞതുപോലെ പന്തുള്ളത്. അപ്പോൾ BDJS ഇന്ന് രാവിലെ 9 മണിക്ക് ഒരു ഓൺലൈനായിട്ടൊരു യോഗം ചേരുന്നുണ്ട്, നേതൃയോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. വൈകിട്ടത്തോടുകൂടി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പിലേക്ക് എത്താം എന്നുള്ളതാണ് BDJSുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. നേരത്തെ തന്നെ BJP ഈ കാര്യത്തിൽ സ്ഥാനാർത്ഥിയെ ആ നിലയ്ക്ക് BJP എന്നുള്ള നിലയ്ക്ക് നിർത്തേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അങ്ങനെയാണ് ഇന്നലെ BDJSന് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നിർദ്ദേശം നൽകുന്നത്. അത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആയിരിക്കും അതിൽ അന്തിമ തീരുമാനം BDJSുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുകയും ചെയ്യുക. നമ്മൾ ഇന്നലെ പല നേതാക്കളോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് BJPയെ സംബന്ധിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ അത്ര കണ്ട വോട്ട് വിഹിതമുള്ള ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് NDA എന്നുള്ള നിലയ്ക്ക് മത്സരിക്കുമ്പോൾ നേരത്തെ 2016-ൽ BDJS ഇവിടെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന ഗിരീഷ് മേക്കാട്ട് ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തിയേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് 12,000-ലധികം വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഴവ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് BJP ഇത്തവണ നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയവുമാണ്. എന്തായാലും ഇന്ന് വൈകിട്ടത്തോടുകൂടി ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, ദീപക്കാണ് NDA ക്യാമ്പിൽ നിന്നുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.